എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സ്വത്താണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ 2-3 മണിക്കൂറായിട്ട് എല്ലാം മറന്നിട്ട് തുടങ്ങാൻ പോകുന്ന സിനിമയെക്കുറിച്ചുള്ള കാര്യങ്ങളോ ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റിൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ പ്രശ്നമുണ്ടെങ്കിൽ അതൊക്കെ മറന്നിട്ട് ആ കോടമ്പകത്ത് ഒരുമിച്ചുണ്ടായിരുന്ന കുറേ കൂട്ടുകാരുമായിട്ടുള്ള സല്ലാപം, അതാണ്. ഞങ്ങൾ ഒരുമിച്ച് താമസിച്ച കുറച്ച് പേരുണ്ട് ഇവിടെ. ആലുവ ഷാജി, മേക്കപ്പ് മാൻ ജയമോഹൻ, കുടമാളൂർ രാജാജി, PV ശങ്കർ മേക്കപ്പ് മാൻ, ഇങ്ങനെ കുറേ പേര്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അന്ന് വിശന്നപ്പോൾ ചോറ് വാങ്ങി തന്നവർ, ഒരു ചായ കുടിക്കാൻ ആഗ്രഹിച്ചപ്പോൾ ചായ വാങ്ങി തന്നവരൊക്കെ ഉണ്ട് ഇവിടെ. അങ്ങനെയുള്ളവരെ, അതും ഉന്നതങ്ങളിലെത്തിയ കലാകാരന്മാർ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഒത്തുകൂടുക, ഒരു ഫോർമാലിറ്റിയും ഇല്ലാതെ വർത്തമാനം പറഞ്ഞ് ഓരോ ടേബിള് മാറി 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 ഇരുന്നാണ് സംസാരിക്കുന്നത്. അപ്പം ഇങ്ങനത്തെ ഒരു ഫിക്സഡായിട്ടുള്ള പരിപാടികളില്ലാത്ത ഇൻഫോർമലായിട്ടുള്ള ഒരു പരിപാടി ഇത്രയും സുഹൃത്തുക്കളുമായിട്ട് ഇങ്ങനെ ഒരു മണിക്കൂറുകൾ പങ്കിടാൻ പറ്റിയത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ഭാഗ്യമാണ്. ആനന്ദിക്കുകയാണ്. സ്റ്റിൽ എല്ലാവരും ഉണ്ട് ഇവിടെ. വലിപ്പ ചെറുപ്പം ഒന്നുമില്ലല്ലോ. ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ശ്രീനിയേട്ടൻ വന്നതാണ്. കാരണം ശ്രീനിയേട്ടൻ സുഖമില്ലായതിനു ശേഷം പുള്ളിയെ കണ്ടിട്ടില്ല. അപ്പോൾ ശ്രീനിയേട്ടൻ്റെ ആ പ്രസൻസ്, പ്രത്യേകിച്ചും കോടമ്പകത്ത് ഞങ്ങളെല്ലാം ചാൻസ് ചോദിച്ച് നടക്കുന്ന സമയത്തുള്ള ആളാണ് ശ്രീനിയേട്ടൻ. റോഡിൻ്റെ 2 സൈഡിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ വിളിച്ച് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, വല്ലതും ആയോ, വർക്ക് വല്ലതും ആയോ എന്നാണ്. അപ്പോൾ ശ്രീനിയേട്ടൻ അന്ന് ആക്ടിങ് മാത്രമല്ല ഡബ്ബിങ്ങിനും കൂടെ പോകുന്ന ആളാണ്. അതുകൊണ്ട് പുള്ളിക്ക് ഡബ്ബിങ്ങിന് പോയാലും കാശ് കിട്ടും, നമുക്കതുമില്ല. ഞാൻ പക്ഷേ കോറസ് പാടാൻ പോയിട്ടുണ്ട്. തീരെ ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ഈ കോറസിൻ്റെ വിളിക്കുന്ന ഏജൻറ്റുമാരുണ്ട്, അവർക്കറിയാം ഞാൻ പാടുമെന്നറിയാം. അപ്പോൾ എന്നെ വിളിച്ച അന്ന് കോറസ് പാടാൻ പോയാൽ 80 രൂപ കിട്ടും. അന്ന് 80 രൂപ എന്ന് പറഞ്ഞാൽ ഒരു ഊണിന് 1 രൂപയേ ഉള്ളൂ, 80 ഊണ് കഴിക്കാം. അപ്പോൾ അതായിരുന്നു അന്നത്തേക്ക് ഒരു ജീവിതം. അപ്പോൾ അന്ന് ഒരുമിച്ച് കഴിഞ്ഞവരെ വീണ്ടും ഇങ്ങനെ കാണാൻ സാധിച്ചത് തീർച്ചയായിട്ടും ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന ആ കലാകാരിയുടെ ഒരു കഴിവ് കൊണ്ട് മാത്രമാണ്. ഇതൊരു ഗംഭീര പരിപാടി. ഇത് വർഷാവർഷം ഇതിനേക്കാൾ മനോഹരമായിട്ട് മുന്നോട്ട് പോകും, ഒരു സംശയമില്ല.